Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ. ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ഇന്നത്തെ വാർത്തകൾ. കാഞ്ഞങ്ങാട് പടന്നക്കാട് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 കുട്ടികൾ മരിച്ചു. KSRTC ടൗൺ ടു ടൗൺ ബസ്സും കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന നീലേശ്വരം സ്വദേശികളായ കുട്ടികളാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് പടന്നക്കാട് ദേശീയപാതയിൽ നക്ഷത്ര ഓഡിറ്റോറിയത്തിന് സമീപത്ത് ഞായറാഴ്ച ഉച്ചയോടെ ഉണ്ടായ വാഹനാപകടത്തിൽ 2 കുട്ടികൾ മരണപ്പെട്ടു. നീലേശ്വരം കണിച്ചിറ സ്വദേശികളായ 5 വയസ്സുകാരൻ റഹ്മാൻ, 12 വയസ്സുകാരി ലഹക്ക് സൈനബ എന്നിവരാണ് മരണപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന സുഹറ, ഷെറിൻ എന്നിവരെ കണ്ണൂർ മിംസ് ആശുപത്രിയിലും കാർ ഡ്രൈവർ ഫായിസ്, ബസ് യാത്രക്കാരായ സൂര്യ, അനിൽ എന്നിവരെ കാഞ്ഞങ്ങാട് ഐഷാൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. മരണപ്പെട്ടവർ സഞ്ചരിച്ച കാറും കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. മുൻ പ്രധാനമന്ത്രിയും മികച്ച സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും മികച്ച സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദേഹവിയോഗത്തിൽ അനുശോചനമറിയിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലിയുടെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ ടൗണിൽ വെച്ച് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ AGC ബഷീർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, P ബാബു, VV കൃഷ്ണൻ, EV ദാമോദരൻ, ഷിബിൻ TV, M ഗംഗാധരൻ, AG ബഷീർ, M രജീഷ് ബാബു, കൃഷ്ണപ്രസാദ് എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി പയ്യന്നൂരിൽ നടപ്പിലാക്കുന്ന ഹയർ സെക്കൻഡറി 10ാം തരം തുല്യതാ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ AKAS GVHSSൽ നടന്ന ഹയർ സെക്കൻഡറി 10ാം തരം തുല്യതാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. സെന്റർ കോർഡിനേറ്റർ E അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ പഠന ക്ലാസ്സുകളിലും നിങ്ങൾ എത്തിച്ചേരണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ ക്ലാസ്സുകൾ? എല്ലാ ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ, പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ TP സമീറ ടീച്ചർ, രാമന്തളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, VRV ഏഴോ, മണിയറ ചന്ദ്രൻ, പ്രിൻസിപ്പൽ സതീഷ് കുമാർ MP, PV രവീന്ദ്രൻ മാസ്റ്റർ, ലത TV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാടിന് ഉത്സവമായി മാത്തിൽ കുറുവേലിയിൽ കാർഷിക കലോത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കുറുവേലി ഗ്രാമം ഇന്ന് ജൈവ കൃഷിയുടെ മാതൃകാ ഗ്രാമമാണ്. വാഴയും ചീരയും വെണ്ടയും പാവലുമെല്ലാം ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. കരുണാകരൻ പനങ്ങാടനാണ് ഈ പച്ചക്കറിപ്പാടം പരിപാലിക്കുന്നത്. കുറുവേലി ജൈവത്തോട്ടത്തിൽ നടന്ന കാർഷിക കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, ഒരു നെട്ടം കുന്നാണ്. ഇതുപോലുള്ള ഒരുപാട് ഭൂമി നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുണ്ട്.
പക്ഷെ അവിടെ പൊന്നു വിളയിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റുക എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ പഠിച്ചതുപോലെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് പോലെ പട്ടാളക്കാരെ ആദരിക്കുന്നത് പോലെ കൃഷിക്കാരെയും ആദരിക്കണം എന്ന് പറയുന്നത് പോലെ ആദരിക്കേണ്ടുന്ന ഒരാൾ തന്നെയാണ് കരുണാകരൻ എന്നുള്ളത് ആ കൃഷിത്തോട്ടത്തിൽ പോയിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടും. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരു ചില പച്ചക്കറികൾ വിളവെടുപ്പ് നടത്തിയാൽ അത് അധിക ദിവസം സൂക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ആധുനിക സജ്ജീകരണങ്ങളെല്ലാം വൻകിട കോർപ്പറേറ്റ് സ്ഥലങ്ങളിൽ മാർക്കറ്റുകളിൽ ഉണ്ട്. ഫ്രീസർ ഉൾപ്പെടെയുള്ള സംവിധാനമുണ്ട്. ചടങ്ങിൽ പി നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപൻ എം എൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നാടക സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശിധരൻ മുഖ്യ പ്രഭാഷണം നടത്തി. സിനിമാ അഭിനേതാവ് പി ഗോപിനാഥൻ, ടി എം സതീശൻ മാസ്റ്റർ, ശീതള കെ വി, കെ പി ഗോപാലൻ, അനുജ, ജയാനന്ദി വി, സന്ദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന ജൈവ കൂട്ടായ്മയിൽ ആഹാരമാണ് ഔഷധം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ വിശ്വനും ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എം എൻ പ്രദീപും കൃഷിയും കാർഷിക മേളകളും എന്ന വിഷയത്തെക്കുറിച്ച് കെ പി വിനോദും ക്ലാസ് എടുത്തു. ജയദേവൻ കരിവള്ളൂർ നാടകഗാനവും കവിതയും അവതരിപ്പിച്ചു. നാടക കാർഷിക പുസ്തക പ്രദർശനവും ഉണ്ടായിരുന്നു. തുടർന്ന് സാമൂഹ്യ സംഗീത നാടകം വിശ്വാസഗോപുരം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മഹാത്മാ സേവാഗ്രാമം ഏർപ്പെടുത്തിയ പ്രഥമ വനിതാ മാധ്യമ പുരസ്കാരം ഷാരിമ രാജൻ ഏറ്റുവാങ്ങി. കണ്ണപുരം മിനി പാർക്കിൽ നടന്ന പരിപാടി ദേശീയ ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വനിതാ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഷാരിമ ഇതിനോടകം ജനങ്ങളിലേക്ക് എത്തിച്ചു. ഡോക്ടർ മുബാറക്ക ബീവിയുടെ ജീവിതം, ഒരു നാടിന് ദാഹജലം നൽകുന്ന കെ പി രാധ, 60-ാം വയസ്സിൽ നൃത്തത്തിൽ ചുവടുവെച്ച അമ്മമാരുടെ കൂട്ടായ്മ, പരിമിതികളെ മറികടന്ന എഴുത്തുകാരി റഫ്സാന ഖദർ, തന്റെ വ്യക്തിത്വം തെളിയിക്കാനായി SSLC പരീക്ഷ എഴുതിയ ട്രാൻസ്ജെൻഡർ വനിതാപർണ തുടങ്ങി നിരവധി റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ണപുരം മിനി പാർക്കിൽ നടന്ന പരിപാടി ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി കെ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കൈരളി ടി വി നടത്തിയ ഷോയിൽ 1ാം സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, കേരള സംഗീത നാടക അക്കാദമിയുടെ 2010 മികച്ച ഗായകനായിരുന്നു. അതോടൊപ്പം UAE മികച്ച ഗായകൻ, മറ്റു പല ഒട്ടുമിക്ക അവാർഡുകളും നേടി. പക്ഷേ വളരെ ശാന്തനായി എല്ലാവരുടെയും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം വന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രശസ്ത ഗായകൻ അജയ് ഗോപാൽ വിശിഷ്ടാതിഥിയായി. രാജേഷ് പാലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. സതീഷ് കടാങ്കോട്, സന്തോഷ് വള്ളുവൻകടവ്, കെ ശശികല, കാപ്പാടൻ ശശിധരൻ, കലാമണ്ഡലം കാരുണ്യ ഉമേഷ്, എം നാരായണൻ, പാറയിൽ രാജൻ, AV സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. ഷാരിമ രാജൻ മറുപടി പ്രസംഗം നടത്തി. പട്ടുവത്തെ റിട്ടയർഡ് SI പി രാജന്റെയും സുമതിയുടെയും മകളാണ് ഷാരിമ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. നടക്കാവ് വിമുക്ത ഭടഭവനിൽ നടന്ന വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് നടന്ന കുടുംബസംഗമം സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കര, വ്യോമ, നാവിക സേനകളിൽ രാഷ്ട്രത്തിനു വേണ്ടി വർഷങ്ങൾ സേവനം ചെയ്ത് തിരിച്ചെത്തിയ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയ പറമ്പ്, പിലിക്കോട് പഞ്ചായത്ത് പരിധിയിലുള്ള അംഗങ്ങളുടെ കുടുംബാംഗങ്ങളാണ് പങ്കെടുത്തത്. നടക്കാവ് വിമുക്ത ഭടഭവനിൽ നടന്ന കുടുംബസംഗമം സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 10-50 വയസ്സ് മുകളിലുള്ളവരായിരിക്കും മിക്കവാറും ഈ കൂട്ടത്തിലിരിക്കുന്നത്. വളരെ ചെറുപ്പക്കാരുടെ കണ്ടിട്ടില്ലാന്ന് വിചാരിക്കട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് 50 വയസ്സ് കഴിഞ്ഞാലും ഏറ്റവും ചുറുചുറുക്കോടെ, ഏറ്റവും പ്രസരിപ്പോടെ, ഏറ്റവും മുഖത്ത് നോക്കിയാൽ തന്നെ നല്ലൊരു പ്രസരിപ്പുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുള്ളതാണ്. വയസ്സ് അക്കങ്ങളുടെ ഒരു മാത്രം കണക്കാണ്, അല്ലേ? 56, 57 പറഞ്ഞത്. മുഖത്ത് നോക്കിയാൽ കാണുന്ന ഒരു സന്തോഷം, ഒരു ഊർജ്ജം, ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ നമ്മളിപ്പം 20 വയസ്സിനും 25 വയസ്സിനും വൃദ്ധന്മാരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാര്യത്തിനും പ്രതികരിക്കാതെ, ഒന്നിനും ഇടപെടാതെ, അല്ലേ? യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KSCSL കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ,
വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, യൂണിറ്റ് സെക്രട്ടറി ടി പി മുകുന്ദൻ, ജോയിന്റ് സെക്രട്ടറി ഇ രാജൻ, മഹിളാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ, ജില്ലാ നിർവാഹക സമിതി അംഗം പി വി മനോജ് കുമാർ, ലതാ ബാബു, ബിന്ദു സതീശൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ കലാ കായിക മത്സരങ്ങളും വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തി. അനുശോചന യോഗത്തിൽ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടന്നു. ഗാന്ധി പാർക്കിൽ നടന്ന അനുശോചന യോഗത്തിൽ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. എ പി നാരായണൻ, കെ കെ കൃഷ്ണൻ, കെ ടി സഹദുള്ള, എം നാരായണൻകുട്ടി, എൻ ബി ഭാസ്കരൻ, പനക്കീൽ ബാലകൃഷ്ണൻ, പി ജയൻ, കെ പി ബാലകൃഷ്ണ പൊതുവാൾ, പി വി ദാസൻ, ഷുക്കൂർ ഹാജി, പി കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, വി കെ പി ഇസ്മയിൽ, പി ലളിത ടീച്ചർ, പിലാക്കൽ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബാലസംഘം പെരളം സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാല കാർണിവൽ സംഘടിപ്പിച്ചു. പെരളം കൈരളി വായനശാലയിൽ നടന്ന കാർണിവൽ എ വി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പെരളം സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാല കാർണിവൽ സംഘടിപ്പിച്ചു. ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെരളം കൈരളി വായനശാലയിൽ നടന്ന കാർണിവൽ എ വി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ നമ്മൾ വ്യത്യസ്തമായൊരു കുട്ടികളുടെ കാർണിവലാണ് സംഘടിപ്പിക്കുന്നത് അല്ലേ? കുട്ടികളുടെ കാർണിവലാണ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ കാർണിവൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്കൊരു ചെറിയ സങ്കടമുണ്ട്. എന്താ സങ്കടം? ഒരു സങ്കടമുണ്ട്. നമ്മുടെ കാർണിവൽ മാറ്റിവെച്ചാലെന്നൊക്കെ ആലോചിച്ചിരുന്നു. ഒരു ചെറിയ സങ്കടമുണ്ട്. എന്താ സങ്കടം? എന്താ സങ്കടം? ആര് മരിച്ചു? ആരാണ്? എം ടി വാസുദേവൻ നായർ മരിച്ചു. ആരായിരുന്നു എം ടി വാസുദേവൻ നായർ? ചടങ്ങിൽ സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഹേമരാജ്, ഹിത ഹേമരാജ്, അദ്വൈത് കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അംഗനവാടി, പ്രീ പ്രൈമറി, എൽ പി, യു പി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വിവിധ കലാ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. ചിത്രരചനയും ചരിത്ര ക്വിസും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ മുനിസിപ്പൽ സമ്മേളനം CITU ഹാളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ മുനിസിപ്പൽ സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കഴിയും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരെല്ലാം ഈ സംഘടനയുടെ ഭാഗമായി ചേരുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. വളരെ പരിമിതമായ ഒരു വേതനം തട്ടിക്കൊണ്ടായിരുന്നു അംഗൻവാടി ജീവനക്കാർ, വർക്കർമാരായാലും ഹെൽപ്പർമാരായാലും ഈ മേഖലയിൽ പണിയെടുക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ മാറ്റിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് സംഘടനാ നിലയിൽ നിരന്തരമായി നടത്തിയ എ വി ബാലാമണി അധ്യക്ഷത വഹിച്ചു. എ സരോജിനി, കെ വി ഭവാനി, പി ശ്യാമള, കെ പി ഗീത, ടി വി പത്മജ, വി വി ജയശ്രീ, കലാവതി തുടങ്ങിയവർ സംസാരിച്ചു. 2021 ഹൈക്കോടതി വിധി പ്രകാരമുള്ള ഗ്രാറ്റുവിറ്റി നടപ്പിലാക്കുക, അങ്കണവാടി ജീവനക്കാരെ സ്ഥിരം ജീവനക്കാരാക്കുക, അങ്കണവാടികളിൽ ചിലവാകുന്ന തുക എല്ലാ മാസവും ജീവനക്കാർക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ടുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതുവത്സരത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ ആഘോഷത്തിൽ മധുരം നിറയ്ക്കാൻ പയ്യന്നൂർ കോത്തായ്മുക്ക് MRS ലൈവ് ബേക്കറി ഫാക്ടറിയും ഒരുങ്ങിക്കഴിഞ്ഞു. കാണാം MRSലെ മധുരവിശേഷങ്ങൾ. പുതുവത്സരത്തെ വരവേൽക്കാൻ ഏവരും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്കൊപ്പം മധുരം വിളമ്പാൻ കോത്തായ്മുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ കേക്കുകളുടെ വൈവിധ്യം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഏവർക്കും പ്രിയപ്പെട്ട പ്ലം കേക്കുകൾക്കൊപ്പം ബട്ടർ സ്കോച്ച്, ബ്ലൂബെറി, വാൽനട്ട്, വാനില, പൈനാപ്പിൾ തുടങ്ങിയ വ്യത്യസ്ത രുചിക്കൂട്ടുകളുള്ള കേക്കുകളും കാരറ്റ്, പൈനാപ്പിൾ, പിസ്ത, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് തുടങ്ങിയവയും MRSൽ ഒരുക്കിയിരിക്കുന്നു.
കേക്കുകൾ കൂടാതെ മൈസൂർ പാക്ക്, ഹൽവകൾ, പേട, ലഡു, ജിലേബി, ബർഫി തുടങ്ങിയവയും കട്ട്ലറ്റ്, പബ്സ്, സാൻഡ്വിച്ച്, ബർഗർ തുടങ്ങിയ പലഹാരങ്ങളും MRSൽ ലഭ്യമാണ്. നിങ്ങൾക്കൊപ്പം പുതുവത്സരത്തെ വരവേൽക്കാൻ വ്യത്യസ്തമായ രുചികളുമായാണ് MRSും തയ്യാറായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ കുതിരി AKG സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ഫുട്ബോൾ പരിശീലനത്തിന്റെ സമാപനം നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ കുതിരി AKG സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ഫുട്ബോൾ പരിശീലനത്തിന്റെ സമാപനം നടന്നു. 10 ദിവസം നീണ്ടുനിന്ന പരിശീലനത്തിനാണ് സമാപനമായത്. കുട്ടികൾക്കായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനവും ജേഴ്സി വിതരണവും നിർവഹിച്ചു. തീർച്ചയായും ഈ ഒരു 9 ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കാവുന്നതല്ല. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് നമ്മൾ പോവുകയാണ്, ലാസ്റ്റ് ടേമാണ്. പക്ഷെ എന്നാലും വൈകുന്നേരം സമയം കണ്ടെത്തി ഇവിടെ വന്നിട്ട് തന്നെ പറ്റുമെങ്കിൽ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റണം. വിവിധ അക്കാദമികൾ നമ്മളെ വളർത്തിയെടുക്കാൻ സഹായിക്കും. കരിവെള്ളൂർ ഫുട്ബോൾ അക്കാദമി ഉണ്ട്. പരിശീലകർക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. സുകുമാരൻ അധ്യക്ഷനായി. P. രമേശൻ, VV പ്രദീപൻ, MB വിജയകുമാർ മാസ്റ്റർ, PP ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷ സംഘാടക സമിതി രൂപീകരിച്ചു. വാർഡ് മെമ്പർ E. പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം സംഘാടക സമിതി രൂപീകരണ യോഗം കുണിയൻ പറമ്പത്തറ മൈതാനിയിൽ നടന്നു. ജൂനിയർ കബഡി, ഫുട്ബോൾ ടൂർണമെന്റ്, പൂരക്കളി, മറത്തുകളി മത്സരം, മെഡിക്കൽ ക്യാമ്പുകൾ, കൈകൊട്ടിക്കളി മത്സരം, ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ്, സാംസ്കാരിക സമ്മേളനം, സമാപന സമ്മേളനം എന്നിവ സംഘടിപ്പിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമെടുത്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K. നാരായണൻ ക്ലബിന്റെ പഴയകാല ചരിത്രം വിശദീകരിച്ചു. 50ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 50 വർഷം മുമ്പ് ഈ പ്രദേശത്തെ കായിക, കലാ, സാംസ്കാരിക, സാമൂഹ്യ ജീവിതത്തിന് നിർണായകമായ നേതൃത്വമാണ് നവോദയ നടത്തിയിട്ടുള്ളത്. കീനേരി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KV ദാമോദരൻ, P. സുരേശൻ, K. നാരായണൻ മാസ്റ്റർ, V. ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ, P. കുഞ്ഞികൃഷ്ണൻ, A. രാമകൃഷ്ണൻ മാസ്റ്റർ, K. സന്തോഷ് കുമാർ, A. നന്ദകുമാർ, K. സുരേഷ് ബാബു, സനേഷ് K. തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഭാരവാഹികളായി ചെയർമാനായി P. കുഞ്ഞികൃഷ്ണനെയും, വർക്കിംഗ് ചെയർമാനായി K. സുരേഷ് ബാബുവിനെയും, ജനറൽ കൺവീനറായി A. നന്ദകുമാറിനെയും, കൺവീനർമാരായി രതീഷ് P, സുനിൽകുമാർ TP, സുനിൽകുമാർ K, അനിൽകുമാർ K, രാജീവൻ K, രാജീവൻ M എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 44 വർഷങ്ങൾക്ക് ശേഷം ചെറുകുന്ന് ഹൈസ്കൂളിലെ 1980 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. സ്മൃതിമധുരം സ്കൂളിലെ പൂർവ്വ അധ്യാപകനായ TC ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ഹൈസ്കൂളിലെ 1980 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. 4.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവർ ഒത്തുചേരുന്നത്. വിദേശത്തു നിന്നും ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. സ്കൂളിലെ പഴയ ഓർമ്മകൾ പങ്കുവച്ചു. സ്മൃതിമധുരം എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിലെ പൂർവ്വ അധ്യാപകനായ TC ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ വൃദ്ധന്മാരാകുമ്പോൾ എന്താ എങ്ങനെയാ വാർദ്ധക്യം? വലിയ പ്രകേടിക്കുകയാണത്. ഞാനത് നേരത്തെ പറഞ്ഞു, ഞാൻ സതീശൻ വിളിക്കാൻ പേടിച്ചതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞാൻ എന്നാ പറഞ്ഞത് എനിക്കൊന്നും തോന്നുന്നില്ല. എന്നോട് സതീശൻ പറഞ്ഞു, മാഷ് പ്രദീപനാ പറയുന്നത് അല്ലേ, മാഷെ കർപ്പൂരത്തിൽ വെളുക്കെത്തിയാവും. ഞാൻ സന്തോഷം പറഞ്ഞല്ലേ. കൈ കളി പണയത്തിലില്ല, കാല് രണ്ട് പറഞ്ഞാൽ കേൾക്കുന്നില്ല, കണ്ണാടിയില്ല, ഒന്നര ചെവി കേടുവെച്ചിട്ടുള്ളത്, അതിൻ്റെ കേടുവെച്ചിട്ടില്ല. ഇതൊക്കെ പരാധീനയിലേക്ക് പോകുന്ന ഒരു സമൂഹം. അപ്പോൾ ആ പരാതി എന്തേ? KP ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PV പ്രദീപൻ, MK റീന, ജീജ വിനയൻ, M കൃഷ്ണകുമാർ, അശോകൻ നീലിമ, ഡോക്ടർ MK വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ നടന്നുവന്ന ദ്വിദിന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പ് സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പ് സമാപിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കണം, എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ, നമ്മുടെ രാജ്യത്തെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, നമ്മുടെ സേവനം നമ്മുടെ രാജ്യത്ത് എന്താണ് വേണ്ടത് എന്നതുകൂടി ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്തെ പറ്റി ഇങ്ങനെ അറിയണമെന്നില്ല. പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചു വരുമ്പോഴേ അതൊക്കെ പഠിക്കും, നിങ്ങൾ പഠിപ്പിക്കും. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ പ്രാഥമിക പാഠം എന്നുള്ള അർത്ഥത്തിൽ 1ാം ക്ലാസ് മുതൽ തന്നെ എൻ്റെ രാജ്യം, എൻ്റെ സ്കൂള്, എൻ്റെ നാട്ടുകാർ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു വരണം. 2ാം ദിവസം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ക്യാമ്പിൽ പങ്കെടുത്ത പ്രീ പ്രൈമറി മുതൽ UP തലം വരെയുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന പരിശീലന ക്ലാസുകൾ സ്കൗട്ട് അധ്യാപകരായ PC ജയസൂര്യൻ, VV മനോജ്, ശ്രീരാഗ അശോകൻ എന്നിവർ കൈകാര്യം ചെയ്തു. TV നാരായണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PC ശ്രീജിത് കുമാർ, പ്രവീൺ മാസ്റ്റർ, A ഗംഗാധരൻ, ശ്രീജ KP, K രാമകൃഷ്ണൻ മാസ്റ്റർ, K രവീന്ദ്രൻ, K ബിജു, KV പ്രദീപ് കുമാർ, ലാവണ്യ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന് സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപകരായ രേഖ, രഞ്ജിനി, രജനി, റീന, നിവ്യ, ശ്രുതി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.